പറഞ്ഞ പ്രായത്തിൽ കുറഞ്ഞ ഒരാളുടെ ശ്രാദ്ധത്തിന് വരിക എന്നൊക്കെ പറയുന്നത് പോലൊരു ദുഃഖം വേറെയില്ല. എങ്കിലും വേണു എന്ന എൻ്റെ കൊച്ചനിയൻ്റെ ഈ ഓർക്കാനുള്ള ഈ ഒത്തുകൂടൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രം ഇവിടെ കൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. വരുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒരിക്കലും കണ്ണുകൾ നിറയരുത്, കരയരുത് എന്നായിരുന്നു. ഇല്ല, ഞാൻ കരയില്ല. വേണുവിനെ ഓർത്താൽ എന്തിന് കരയണം? വേണുവിനെ ഞാൻ ആദ്യമായി കണ്ടത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ 70ലാണ് ഇവിടെ വരുന്നത്. 71 72 ആണ്. അപ്പോൾ പണിക്കരേട്ടൻ വേണുവിനെയും കൊണ്ട് ഞാൻ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് രണ്ടാമത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. പണിക്കരേട്ടൻ വേണുവിനെയും കൊണ്ട് അവിടെ വന്നിട്ട് അവർക്ക് കാപ്പിയൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ധാരാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പത്മനാഭൻ പറഞ്ഞു, ഏതാ ആ ചേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ആ പയ്യനുണ്ടല്ലോ, അസലായിട്ട് പാടും, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും, അന്നൊരു താടിയൊക്കെ ഉണ്ട്. ഒന്നും ഞാനൊന്ന് അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് നികുഞ്ചം എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു ഇവിടെ എല്ലാവരും ഒത്തുകൂടുന്ന സന്ധ്യകൾ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും അരവിന്ദേട്ടനുണ്ടാവും, കാവാലൻ ചേട്ടനുണ്ടാവും, എന്തിനു പറഞ്ഞാൽ ഈ ഒരുവിധം കലാകാരൻ